നമുക്കിപ്പോൾ ഫോണിൽ നിന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇൻഷോട്ടിന്റെ തന്നെ മറ്റൊരു വീഡിയോ എഡിറ്ററാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യാനാവും. അതെങ്ങനെ നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. എങ്ങനെയാണ് വീഡിയോ ക്രോപ്പ് ചെയ്യുക, അതുകൊണ്ട് എന്തൊക്കെ ഉപകാരമുള്ളത് അതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഇൻഷോട്ടിന്റെ തന്നെ വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷനാണ്. വീഡിയോ മേക്കർ എന്നാണ് പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൽ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താന്ന് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് വരെ എങ്ങനെ ഒരു നോട്ടീസാണ്. ഇതിന്റെ പ്രീമിയം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വേണ്ട, പ്രീമിയം വേണ്ട. അതിവിടെ ഇൻറ്റു മാർക്കുണ്ട്, ക്ലിക്ക് ചെയ്ത് അതങ്ങ് പോകും. ഇത് ഫ്രീ അല്ല, പെയ്ഡാണ്, പൈസ കൊടുത്താലാ കിട്ടുമെന്ന് പറയണ്ട. ഇതിന്റെ ഫ്രീ വെർഷൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പെയ്ഡ് വെർഷനും ഉപയോഗിക്കട്ടോ. ഇപ്പൊ ഇതിന്റെ ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഇവിടെ മേലെ തന്നെ ഒരു പ്ലസ് ബട്ടണും ന്യൂ പ്രൊജക്റ്റ് ഒന്നും ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറി പെർമിഷൻ കൊടുക്കണം. അത് കൊടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് നമ്മളെ വീഡിയോ ഇവിടെ വന്ന് ഒരു പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യുക, ഫോട്ടോ വീഡിയോ ഉണ്ടാക്കുക, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുക. ഇവിടെ താഴെ കുറേ ടാബ് ഉണ്ട്. ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബോക്സിനുള്ളിലാവും. ഇതിങ്ങനെ എത്രത്തോളം എവിടെയാണ് വേണ്ടിയത് അവിടെ മാത്രമാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്നെ മാത്രമാക്കി കട്ട് ചെയ്തെടുത്ത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം വന്ന് കണ്ടോ. ഇതുപോലെ നമുക്ക് ഏതൊരു വീഡിയോയും ക്രോപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ബാക്ക് ചെയ്യാന്നേ. ഇപ്പം ഞാനിത് പഴയ പോലെ തന്നെ ആക്കി. ഇനി നിങ്ങൾക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആഡ് ചെയ്തിട്ട് അതാണ് ക്രോപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതെങ്ങനെ? ഇവിടെ PIP മോഡ് എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. ഞാൻ അതേ വീഡിയോ തന്നെ, ഇതിൽ വേറെ വീഡിയോ ഒന്നും ഇല്ല ഫോണിൽ, അത് തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പം പോപ്പപ്പ് ആയിട്ട് മറ്റൊരു വീഡിയോ വന്നില്ലേ, ആ വീഡിയോ എടുത്തു കഴിഞ്ഞാലും സെലക്ട് ചെയ്താൽ ഇവിടെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതും ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ കണ്ട, ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുക. ഒരു വീഡിയോന്റെ ഉള്ളിൽ മറ്റൊരു വീഡിയോ ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് ചേർക്കുക. പിന്നെ ഇതിന് ഒരുപാട് ഫിൽറ്ററുകൾ കാര്യങ്ങളൊക്കെ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ടൂളുകളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു തുടക്കക്കാർക്കൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തുടക്കക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രൊഫഷണലായിട്ട് തന്നെ ഒരു വീഡിയോ മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യക്കാർ മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കേണ്ടി എങ്ങനെ, മേലെ ഏറോ മാർക്കുണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഫ്രെയിം റേറ്റ്, ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, റെസൊല്യൂഷൻ ഒക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിന്റെ ഗാലറിയിൽ അത് സേവ് ആയിക്കോളും. അടിപൊളിയാണ്. അവിടെ നിന്ന് എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യോ ഷെയർ ചെയ്യോ എന്ത് വേണേൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.